നമസ്കാരം. വിദേശത്ത് പോയി രാഷ്ട്രത്തെ തള്ളിപ്പറയുന്ന രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനുള്ള ഒരു വലിയ തിരിച്ചടിയാണ് നിലവിൽ ശശി തരൂരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് വിദേശത്ത് രാഷ്ട്രീയം കളിക്കാനില്ലെന്നും ഇന്ത്യയുടെ നിലപാട് ഒറ്റക്കെട്ടായി അവതരിപ്പിക്കുമെന്നും ശശി തരൂർ MP വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്ത്യക്കകത്ത് വ്യത്യസ്ത നിലപാട് ഉയരുന്നതിൽ തെറ്റില്ലെന്നും എന്നാൽ വിദേശത്തേക്ക് പോകുന്നത് ഇന്ത്യയുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ മാത്രമാണെന്നും തരൂർ വ്യക്തമാക്കുകയാണ്. ഇവിടെയാണ് പപ്പുമോനുള്ള കൊട്ട് കിട്ടുന്നത്. ഭീകരതയുടെ ഇരയാണ് ഇന്ത്യ എന്നത് തുറന്നു കാട്ടുമെന്നും ശശി തരൂർ പ്രതികരിച്ചു. ശശി തരൂർ നയിക്കുന്ന സംഘം ഇന്നാണ് US തിരിച്ചത്. ലോകത്തിന് മുന്നിൽ പാക് ഭീകരത തുറന്നു കാട്ടാനും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാനുമാണ് നയതന്ത്ര തലത്തിൽ ഇന്ത്യ പ്രതിനിധികളുടെ സംഘങ്ങളെ അയക്കുന്നത്. NCP ശരത് പവാർ ഘടകത്തിന്റെ MP ആയ സുപ്രിയ സുലെ അധ്യക്ഷയായ സംഘം ദക്ഷിണാഫ്രിക്ക, ഖത്തർ, ഈജിപ്ത്, എത്യോപ്യ എന്നീ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തും. മുൻ വിദേശകാര്യമന്ത്രിയായ V മുരളീധരനും ഈ സംഘത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം പുറപ്പെട്ട BJP MP ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ബഹറിലെത്തും. ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ UAE പര്യടനം പൂർത്തിയായിട്ടുമുണ്ട്. DMK MP കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം റഷ്യൻ പര്യടനം ഇന്ന് പൂർത്തിയാക്കും. ഡോക്ടർ ശശി തരൂർ MPയുടെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. 9 പേർ അടങ്ങുന്നതാണ് സംഘം. US, ബ്രസീൽ, ഗയാന, കൊളംബിയ ഉൾപ്പെടെ സംഘം സന്ദർശിക്കുന്നതാണ്. ആദ്യം അമേരിക്കയിലാണ് എത്തുന്നത്. അവിടെ 9/11 മെമ്മോറിയൽ സംഘം അവർ സന്ദർശിക്കും. ഇന്ത്യയുടെ ഭീകരതയ്ക്കെതിരായ നിലപാട് വിശദീകരിക്കാൻ കൂടിയാണത്. അതിനുശേഷം ഗയാനയിലേക്ക് പോകും. പനാമയും കൊളംബിയയും ബ്രസീലും സന്ദർശിച്ച് ഇന്ത്യൻ സംഘം പിന്നീട് അമേരിക്കയിലേക്ക് തിരിച്ചെത്തും. വാഷിംഗ്ടൺ DC-യിൽ നിർണായക ചർച്ചകൾ നടക്കും. 2011 സെപ്റ്റംബർ 11 അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ അൽ-ഖയ്ദ ആക്രമിച്ചത്. അതിന് നേതൃത്വം നൽകിയ ഒസാമ ബിൻ ലാദനെ അമേരിക്ക വകവരുത്തിയത് പാകിസ്ഥാനിൽ വെച്ചാണ്. അതേ പാകിസ്ഥാനിലെ തീവ്രവാദമാണ് പഹൽഗാമിലെ നിരപരാധികളുടെ ജീവനെടുത്തത്. ഇതോർമ്മിപ്പിക്കാനാണ് തരൂരും സംഘവും 9/11 മെമ്മോറിയൽ സന്ദർശിക്കുന്നത്. വിവിധ രാജ്യങ്ങളിലേക്ക് പുറപ്പെടുന്ന 4ാം സംഘത്തിനാണ് ശശി തരൂർ നേതൃത്വം നൽകുന്നത്. ഭീകരവാദികൾ ഇന്ത്യയിൽ കടന്നെത്തി ഇന്ത്യൻ പൗരന്മാരെ ക്രൂരമായി കൊലപ്പെടുത്തിയ സാഹചര്യം ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ വ്യക്തതയോടെ വിശദീകരിക്കുമെന്ന് ശശി തരൂർ പറഞ്ഞു കഴിഞ്ഞതാണ്. ഭീകരവാദം കൊണ്ട് നമ്മുടെ രാജ്യത്തെ നിശബ്ദമാക്കാൻ സാധിക്കില്ല എന്നും ലോകത്തെ അത് ബോധ്യപ്പെടുത്തുമെന്നും അദ്ദേഹം പറയുന്നു. ഇത് സമാധാനത്തിന്റെയും അതുപോലെ തന്നെ പ്രതീക്ഷയുടെയും ദൗത്യവുമാണ്. സമാധാനം, ജനാധിപത്യം, സ്വാതന്ത്ര്യം തുടങ്ങി ലോകത്ത് നിലനിൽക്കേണ്ടതായ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുമെന്നും ശശി തരൂർ കൂട്ടിച്ചേർക്കുന്നു. അമേരിക്കയിൽ എത്തുമ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് കണ്ട് US നിലപാട് മാറ്റുന്നതിന് സമ്മർദ്ദം ചെലുത്തുവാനായി തരൂർ ശ്രമിക്കുന്നുമുണ്ട്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ നീക്കങ്ങൾ കടുപ്പിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട സുപ്രധാന ചോദ്യങ്ങളുമായി രാഹുൽ ഗാന്ധി രംഗത്തുണ്ട്. പലതും മണ്ടൻ ചോദ്യങ്ങളാണ് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് വിദേശങ്ങളോട് വിശദീകരിക്കാൻ നിയോഗിച്ച നയതന്ത്ര സംഘത്തിൽ ഡോക്ടർ ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയത് തുടക്കത്തിൽ വിവാദമായിരുന്നു. സംഘത്തിലേക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ച പേരുകളിൽ തരൂർ ഉൾപ്പെട്ടിരുന്നില്ല എന്നായിരുന്നു ഇത്. അതിനിടെ കേരള സർക്കാരിനെ വിമർശിച്ച് ശശി തരൂർ രംഗത്ത് വന്നിട്ടുമുണ്ട്. 2023 ഭൂകമ്പത്തിൽ തുർക്കിക്ക് 10 കോടി സഹായം നൽകിയ കേരള സർക്കാരിനെ വിമർശിച്ചുകൊണ്ടാണ് ശശി തരൂരിന്റെ X-ലെ പോസ്റ്റ്. 2 വർഷത്തിന് ശേഷം തുർക്കിയുടെ പെരുമാറ്റം കണ്ട കേരള സർക്കാർ തെറ്റായ മഹാമനസ്കതയെക്കുറിച്ച് ചിന്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വയനാടൻ ജനതയെ പോലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ആ തുക ഉപയോഗിക്കാമായിരുന്നുവെന്നും ശശി തരൂരിന്റെ പോസ്റ്റുണ്ട്. ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാനെ തുർക്കി പിന്തുണച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വിമർശനം. 2023 തുർക്കിക്ക് 10 കോടി രൂപ ധനസഹായം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കേരള സർക്കാർ പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള NDTVയുടെ വാർത്തയും തരൂർ പങ്കുവച്ചിട്ടുണ്ട്. 2023 ഫെബ്രുവരി 8 ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിലാണ് തുർക്കിക്ക് 10 കോടി രൂപ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചത്. ലോകബോധത്തെ ഞെട്ടിച്ച തുർക്കിയിലെ ഭൂകമ്പം 10,000-കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിക്കുകയും ലക്ഷക്കണക്കിന് ആളുകളെ നിരാലംബരാക്കുകയും ചെയ്തു എന്നാണ് ബജറ്റ് പ്രസംഗത്തിൽ മന്ത്രി KN ബാലഗോപാൽ ചൂണ്ടിക്കാട്ടിയത്. എന്തൊക്കെ തന്നെയായാലും കേരള സർക്കാർ സ്വന്തം ജനത്തിന് മുമ്പിൽ കണ്ണടച്ചുകൊണ്ട് ലോകത്തിന് മുമ്പിൽ കേരള രാജ്യമായി രൂപീകരിച്ച് മഹാമനസ്കത കാണിക്കുന്നതിനെയാണ് തരൂർ ഇവിടെ അടിവരയിട്ട് വിമർശിക്കുന്നത്. അതെന്തോ ആവട്ടെ, എന്നാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തൂ. പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.